എന്താണ് ശാപം? മറ്റൊരു ജീവിക്ക് ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്യുമ്പോൾ ആ ജീവിയുടെ മനസ്സിൽ ഉയരുന്ന വേദന ആണ് ശാപം. അതായത് മനഃപൂർവമോ മറ്റൊരാളുടെ പ്രേരണയാലോ നാം ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ ആണ് ശാപം ആയി ഭവിക്കുന്നത്. ശാരീരികമായോ മാനസികമായോ ബലവാൻ ആയ ഒരുവൻ അതില്ലാത്തവനെ ആക്രമിക്കുമ്പോൾ സ്വയം പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവന്റെ മനസ്സിൽ അതിയായ ദുഃഖം ഉരുത്തിരിയുന്നു. വ്യക്തിയുടെ മനസ്സിലെ ക്രോധവും താപവും അവൻ സ്വയം ഉള്ളിൽ ഒതുക്കുമ്പോൾ ആ വേദന ആണ് ജയിച്ചു എന്നഹങ്കരിക്കുന്നവന്റെ മേൽ ശാപമായി പതിക്കുന്നത്. ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുന്ന പ്രവൃത്തിയാണ് സർപ്പശാപത്തിന് കാരണം. സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക, സർപ്പത്തിന്റെ മുട്ട നശിപ്പിക്കുക, സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷം ഉണ്ടാകും. വ്യക്തികൾ അറിയാതെ അവന്റെ തലമുറയിലേക്ക് കടന്നുവരുന്നതാണ് ഈ ദോഷം. സ്ത്രീകളെ വഞ്ചിക്കുക, സഹോദരിമാരെ സ്നേഹിക്കാതിരിക്കുക, അവരെ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കുക, ഭാര്യയെ സംരക്ഷിക്കാതെ ഉപേക്ഷിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ കൊണ്ട് സ്ത്രീക്ക് ദോഷം ഉണ്ടാകുന്നുവോ അവളുടെ കണ്ണീർ ശാപം ആയി ഭവിക്കുന്നു. അതാണ് നാരീശാപം. ഈ ശാപം നിമിത്തം വംശനാശം ഫലം. ഗുരുശാപം, ബ്രഹ്മശാപം. ഗുരുത്വമില്ലാത്ത സംസാരത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ ഗുരുവിന്റെ മനസ്സ് വേദനിച്ചാൽ അതുമൂലമുണ്ടാകുന്ന ശാപമാണ് ഗുരുശാപം. അഭ്യസിച്ച വിദ്യ കൊണ്ട് ഉപയോഗം ഇല്ലാതാവുക എന്നതൊക്കെയാണ് ഗുരുശാപം മൂലം ഉണ്ടാവുക. പ്രേതശാപം. മരിച്ച മനുഷ്യന്റെ ശരീരത്തെ കിടത്തിക്കൊണ്ട് അയാളെ അവഹേളിച്ചും തരംതാഴ്ത്തി സംസാരിക്കുന്നതും മൃതശരീരം കവച്ചുവെച്ച് നടക്കുന്നതും ശവസംസ്കാരം നടത്താൻ അനുവദിക്കാതെ തടയുന്നതും മരിച്ചവരെ കാണാൻ അവർക്കു വേണ്ടപ്പെട്ടവരെ അനുവദിക്കാതിരിക്കുന്നതും മൃതശരീരം ദഹിപ്പിക്കാൻ വൈകുന്നതും പ്രേതശാപത്തിന് കാരണമാവുന്നു. ഈ ശാപം മൂലം ആയുസ് കുറയുന്നു. അതുകൂടാതെ ദാരിദ്ര്യം വിട്ടുമാറും. പലർക്കും കുടിക്കാൻ ഉപകാരപ്പെടുന്ന വെള്ളം പാഴാക്കുക, ഒഴുകുന്ന നദി, കുളം, കിണർ എന്നിവ അശുദ്ധമാക്കുക എന്നീ കാരണങ്ങളാൽ ഗംഗാശാപം ഉണ്ടാവുന്നു. ഗംഗാശാപം കാരണം കുടിക്കുന്ന ജലത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവും. ദേവശാപം. ദൈവങ്ങളുടെ പൂജ പകുതിക്ക് വച്ച് നിർത്തുക, ദൈവങ്ങളെ നിന്ദിക്കുക എന്നീ കാരണങ്ങളാൽ ദേവശാപം ഉണ്ടാവുന്നു. ദേവശാപത്താൽ നമ്മുടെ ഈശ്വരാധീനം സമ്പൂർണ്ണമായി ഇല്ലാതാകും. കുലദൈവശാപം. നമ്മുടെ പൂർവികർ പൂജിച്ചു പോന്ന ദൈവത്തെ മറന്ന് അവർക്ക് പൂജാദികർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കുലദൈവശാപത്തിന് കാരണമാവുന്നു. കുടുംബദേവതമാര് അരിഷ്ടതയിൽ ആണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ശാപം വളരെ വലുതാണ്. കുലദൈവശാപം കാരണം കുടുംബത്തിൽ ഒരിക്കലും സന്തോഷമില്ലാതെ ഒരുതരം ദുഃഖം നിഴലിച്ചുകൊണ്ടിരിക്കും. ശാപമോ ശപിക്കുന്നവർക്ക് ഈശ്വരാധീനം കൂടുമ്പോൾ ശാപത്തിന്റെ ശക്തിയും കൂടും. അതായത് ഈശ്വരാധീനം ഉള്ളവർ ശപിച്ചാലേ ശാപം ഫലിക്കൂ. അതായത് നമുക്ക് ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല.